അന്ന് ഭരണഘടനയോട് എനിക്ക് തോന്നിയത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയിൽ തോന്നിയത് പുച്ഛമാണ്. ഈ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാവിധമായ കുഴപ്പങ്ങൾക്കും കാരണമെന്നും ടാറ്റയും ബിർളയും പോലുള്ള ഭൂഷാസികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഭരണഘടനയ്ക്ക് എന്തോ വലിയ പങ്കുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു വിദ്യാർത്ഥി കാലഘട്ടമായിരുന്നു ഞങ്ങളെ പോലുള്ള ആളുകൾ ഇല്ലാണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങളെല്ലാം തിരുത്തപ്പെടുകയാണ്. ഞങ്ങൾ തിരുത്തുന്നു. ഞങ്ങൾ ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറെ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കും. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അതേ എറണാകുളം നഗരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ബ്രാഹ്മണാധിപത്യത്തിനും ഇന്ത്യയിലെ സവർണാധിപത്യത്തിനും എതിരായ ഇന്ത്യയിലെ കീഴ്ത്തട്ട് മനുഷ്യരുടെ അടിത്തട്ട് മനുഷ്യരുടെ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ആയുധമായി ഇന്ത്യൻ ഭരണഘടന മാറുന്നു എന്ന തിരിച്ചറിവിലാണ് എന്നെ പോലുള്ള ആളുകൾ ഈ വേദിയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. പിൽക്കാലത്ത് നിയമവിദ്യാർത്ഥിയായി നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ആളായി ആ ബിരുദാനന്തര ബിരുദത്തിൽ ഭരണഘടനാ നിയമം ഐച്ഛികമായി എടുത്ത് പഠിക്കാൻ അവസരം കിട്ടുന്ന ഒരാളെന്ന നിലയിൽ ഭരണഘടനയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഭരണഘടന തീർക്കുന്ന പ്രതിരോധം സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിൽ, രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്നതിൽ, സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നതിൽ ഭരണഘടന നിർവഹിക്കുന്ന റോൾ ആഴത്തിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു നിലയുണ്ടാക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന കത്തിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്.